ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കുണ്ടല്ലോ ഇന്ന് വൈകിട്ടത്തേക്ക് ഒരു പെട്ടെന്നൊരു സ്നാക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്താലോ. എന്നാൽ പിന്നെ 2-3 പഴമൊക്കെ എടുത്തോളൂ കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 പഴം എടുത്തിട്ടുണ്ടേ. ഏത്തപ്പഴമാണ് കേട്ടോ. നമുക്കതിനെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. കുനുകുനാന്നൊന്നും അല്ല കേട്ടോ, രണ്ടായിട്ടൊന്ന് പകുത്തെടുത്തിട്ട് ഒന്ന് കീറിയെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആവിയിൽ വെച്ച് പുഴുകിയെടുത്തിട്ട് അങ്ങനെ വേണേലും ഒന്ന് ഉടച്ചൊക്കെ എടുത്താലും മതിയാവും. എന്തായാലും ഞാനിവിടെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മുടെ പഴമൊക്കെ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാൽ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു സ്വല്പം നെയ്യോ വെണ്ണയോ അതല്ലാന്നുണ്ടെങ്കിൽ സ്വല്പം അല്ലാത്ത എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇഷ്ടമുള്ളത് എന്തായിക്കോട്ടെ, പക്ഷെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പഴവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം മതി. സ്വല്പം നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ, ഒത്തിരി ഒന്നും നെയ്യ് ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോളുക കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമെന്ന് വെച്ചു. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എത്ര നേരം ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും പഴമില്ല, 4 പഴമൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരം ആവില്ലേ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആവിയിൽ വെച്ച് നമുക്കൊന്ന് പുഴുങ്ങി എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താലും മതിയാവും. എന്തായാലും കുഴപ്പമില്ല. ഞാനതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടാട്ടോ ഈ ഒരു 2-3 മിനിറ്റ് അടച്ചും കൂടെ വെച്ചതേ. എന്തായാലും എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയാണേ. തേങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടണ്ട, ഞാൻ ഒരുപാട് തേങ്ങയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, സ്വല്പം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അരമുറി തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമുക്കിപ്പോൾ അതിനൊന്നും പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് തേങ്ങയുള്ളൂ. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഒരു 3 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞേലക്കയായിരുന്നു, 3 ഏലക്കായും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറവാണ്, അതെന്ന് വെച്ചാൽ മധുരം നമ്മൾ ഒത്തിരി കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ സ്വല്പം കൂടെയൊക്കെ മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി പഞ്ചസാര അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരയോ പനം കൽക്കണ്ടവോ അതുപോലെ നമ്മുടെ കരിപ്പെട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്താളാം കേട്ടോ. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് എല്ലാം കൂടെ ഏകദേശം ഒന്ന് ഉടച്ച് ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് മാറ്റി വെച്ചോളാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ബ്രെഡുകളാണേ. ഒരു 8 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, 8 അല്ല, അത് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഗോതമ്പിൻ്റെ ബ്രെഡാണേ, ഏത് ബ്രെഡാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ സൈഡെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തോളുക. ബ്രെഡ് ക്രംബിൾസ് റെഡി ആയിരിക്കും, പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്കാക്കി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് ക്രംബിൾസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഒരു ബൗളിലേക്ക് ഉണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചൊന്ന് എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു ചപ്പാത്തിപ്പലക ഇങ്ങോട്ട് എടുത്തോളുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ, അതൊന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിയൊക്കെ മാറി നല്ല നൈസായിട്ട് കിട്ടും. അപ്പോൾ ആ അരിക് വക്കുകളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡ് 3 വശവും നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത് ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തോളുക. ഒട്ടി ഇരിക്കത്തക്ക വിധത്തിൽ, വിടർന്നു പോവാതെ ഒട്ടി ഇരിക്കത്തക്ക വിധത്തിൽ. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ഒന്നെങ്കിൽ മൈദ കലക്കി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ നനവുണ്ടാവണം. ഇതിപ്പോൾ ഒന്നും ചെയ്യാത്തത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കോൺഫ്ലോറിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് സാരമില്ല കേട്ടോ. അപ്പോൾ അത് റെഡിയായി കിട്ടിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡ് ക്രംബിൾസ് ഉണ്ടല്ലോ, അതിലേക്കും കൂടെ ഒന്ന് മുക്കിക്കൊടുത്ത് എല്ലാം ഒന്ന് മാറ്റി വെച്ചോളൂ. ഓരോന്നും അങ്ങനെ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം ഒരാളുണ്ടാവുമല്ലോ വീടുകളിൽ, മുട്ടയ്ക്കകത്തോട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുക്കി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നാക്കി റെഡി ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ എടുത്തിരുന്ന ബ്രെഡുകളൊക്കെ ഇത്രത്തോളം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി നമ്മളൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പഴത്തിൻ്റെ മിക്സൊക്കെ കുറേ മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബ്രെഡ് ക്രംബിൾസും കൂടെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം തന്നെ ആദ്യം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തപ്പോൾ നല്ല ലൂസായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മുടെ ബാക്കി വന്ന ബ്രെഡ് ക്രംബിൾസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പിന്നെ നോക്കിയപ്പോൾ കുറച്ചുകൂടി ലൂസായി. പഴമല്ലേ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പരുവത്തിലായി വരുമല്ലോ. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊരു എന്താ പറയുക എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ പാകത്തിന് ആ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ആട്ടയുണ്ടല്ലോ, സ്ഥിരം ആൾക്കാർ ആട്ടയിട്ട് കൊടുത്താലും മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും എൻ്റെ അടുത്തിരുന്ന് കോൺഫ്ലോർ ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഈ കോൺഫ്ലോർ തന്നെ ഇട്ട് കൊടുത്തേക്കാന്ന് വെച്ചല്ലേ, പിന്നെ അതൊക്കെ എടുക്കാനായിട്ട് പോവണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദാ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാൽ നമ്മുടെ കടായിയൊക്കെ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളാം കേട്ടോ. വെളിച്ചെണ്ണയൊന്നും അല്ല കേട്ടോ, ഞാനിവിടെ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ പീസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഭാഗം തന്നെ കരിഞ്ഞ പോലെ വരും. കാരണം നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടായിട്ട് കിടക്കുന്നതല്ലേ. അപ്പോൾ എന്ത് സ്നാക്സ് ഇട്ട് കൊടുത്താലും ആദ്യം ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് എടുക്കേണ്ട വരുള്ളൂ. ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന താമസം അത്രയേ ഉള്ളൂ. ഒന്ന് റെഡിയാക്കി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറൊക്കെ മാറി വരുമ്പോൾ, അതായത് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ നല്ല എണ്ണ മൂത്ത് കിടക്കുന്ന എണ്ണയല്ലേ, അതിൻ്റെ അകത്തോട്ട് ഇടുമ്പോൾ ഭയങ്കര കുമിളകളൊക്കെ ആയിരിക്കും. ആ കുമിളകളൊക്കെ ഏകദേശം ഒന്ന് തീർന്നു വരും. ആ ഒരു സമയത്ത് ഈ ഒരു കളറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ പിന്നെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്ത് ഇതുങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഞാൻ എന്നാ ചെയ്തു, ഈ ഒരു വട പോലെ അങ്ങോട്ട് ഉണ്ടാക്കി എടുത്തേക്കാന്ന് വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് അതിനെ ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ എണ്ണയ്ക്കകത്തോട്ടങ്ങ് ഇട്ട് കൊടുത്തു. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. ഈ ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അതിൻ്റെ അത് കിടപ്പോൾ കരിഞ്ഞ് കിടക്കുകയല്ലായിരുന്നോ, അത്രയും വിചാരിച്ചില്ല, അതൊന്ന് കോരി കളയേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ആദ്യത്തെ ഈ 3 എണ്ണത്തിൽ അതിൻ്റെ പുറകിലും ഇട്ട് കൊടുത്തത് ആ പൊടിയെല്ലാം കൂടി ഇത്തലോട്ട് അങ്ങ് പിടിച്ചിട്ടോ. അതുകൊണ്ട് കരിഞ്ഞ പോലെ ഇരിക്കുന്നത്. പക്ഷെങ്കിൽ ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പരുവത്തിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളതൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രെഡിൻ്റെ പൊടി ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇടുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. അന്നേരം പിന്നെ ഈ 3 എണ്ണം കൂടെ കിടക്കുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് ഒരു സ്പേസും കൂടെ കണ്ടത്. എന്നാൽ പിന്നെ അതിനെയും കൂടെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഈ പറഞ്ഞ പോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഒന്നൊരു 2-3 മിനിറ്റ് അത്രയൊക്കെ എടുത്തുള്ളൂ. ഒന്ന് കോരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയിരുന്ന നമ്മുടെ പഴത്തിൻ്റെ മിക്സും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും രണ്ടാമത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ പൊടികളൊന്നും ഇപ്പോൾ നോക്കിയാൽ അതിൻ്റെ അകത്ത് പൊടികളൊന്നുമില്ല, നല്ല സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, അതിനെ ഒന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കണ്ടേ. എന്തായാലും എനിക്ക് അങ്ങനെ കേട്ടോ, ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മുറിച്ചൊക്കെ നോക്കി. നല്ല അടിപൊളിയാണ്, കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.